ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട പാക് ഭീകരന്റെ സംസ്കാരത്തിനിടെ പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കശ്മീരിൽ സംഘർഷം. ലഷ്കർ ഭീകരൻ താഹിർ അബീബിന്റെ സംസ്കാര ചടങ്ങിനിടയിലാണ് സംഘർഷമുണ്ടായത്. താഹിർ അബീബിന്റെ സംസ്കാരത്തിൽ ലഷ്കർ കമാൻഡർ പങ്കെടുത്തതാണ് സംഘർഷത്തിന് കാരണമായത്. അതേസമയം സൈന്യത്തിന്റെ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ അഖൽ ജമ്മു കശ്മീരിൽ തുടരുകയാണ്. എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നന്ദൻ, രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, ഈ ഭീകരന്റെ സംസ്കാര ചടങ്ങിൽ പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കശ്മീരിൽ സംഘർഷമുണ്ടായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് ഈ സംഭവത്തിന്റെ അടിസ്ഥാനം, നന്ദൻ? ഗൗതം, ഇന്നലെ രാത്രിയിലായിരുന്നു ഇത്തരമൊരു സംഭവം പാക് അധീന കാശ്മീരിലുണ്ടായത്. ഈ പാക് ഓപ്പറേഷൻ മഹാദേവിനിടെ, അതായത് ഭാരതം നടത്തിയ ഭീകരവിരുദ്ധ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ മഹാദേവ്. അതിനിടയിൽ കൊല്ലപ്പെട്ട ഭീകരൻ താഹിർ അബീബിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഈ പാക് അധീന കാശ്മീരിലെ ഗ്രാമത്തിൽ, അതായത് വായിഗാല എന്നുള്ള ഗ്രാമത്തിലായിരുന്നു ഈ സംസ്കാര ചടങ്ങുകൾ നടന്നത്. അതിനിടയിലേക്ക് ലഷ്കറി കമാൻഡർ റിസ്വാൻ ഹനീഫും അതേപോലെ തന്നെ ഒരു സംഘവും ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തി. ഇതിനെതിരെ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. നേരത്തെ തന്നെ ഈ ഗ്രാമവാസികൾക്കിടയിൽ ഈ താഹിർ അബീബ് ഇത്തരം ഭീകരവാദ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ശവസംസ്കാര ചടങ്ങുകൾ ഇവിടെ നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ഗ്രാമവാസികൾ എടുത്ത നിലപാട്. എന്നാൽ ഏറ്റവും ഒടുവിലായി വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഗ്രാമവാസികൾ അതിന് തയ്യാറാകുകയായിരുന്നു. ജമ്മു കശ്മീർ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാനിലെ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ ലോഞ്ചിങ് പാഡുകളായിരുന്നു ഈ POJK. അവിടെയാണ് ഇപ്പോൾ ഭീകരശക്തികൾക്കെതിരെ മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ടാകുന്നത്. വലിയ മാറ്റമാണല്ലോ POJKയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നന്ദൻ. തീർച്ചയായിട്ടും ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ തന്നെ പാക് അധീന കാശ്മീരിൽ വലിയ പ്രതിഷേധങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ നടന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഭാരതത്തിലേക്ക് നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ അത് നീതി നിഷേധമാണ്, അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് തുടങ്ങിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പാക് അധീന കാശ്മീരിൽ ഇത്തരം വലിയ പ്രതിഷേധങ്ങൾ നടന്നത്. അത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് അത് വലിയ നാണക്കേടാകുകയും ചെയ്തു. ലോകരാജ്യങ്ങൾ അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നു, മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഒരു പാക് അധീന കാശ്മീരിൽ ഒരു ശവസംസ്കാര ചടങ്ങിന് പോലും ഈ ഒരു ഭീകരവാദിയുടെ ശവസംസ്കാര ചടങ്ങ് പോലും നടത്തുവാൻ ഗ്രാമവാസികൾ തയ്യാറാകാത്ത ഒരു സ്ഥിതിവിശേഷം നിൽക്കുന്നത്. നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ നേരത്തെ ഭാരതത്തിനെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളും തൊടുക്കുന്നത് ഈ പാക് അധീന കാശ്മീരിൽ നിന്നുമായിരുന്നു. എന്നാൽ ഈ പാക് അധീന കാശ്മീർ ഇപ്പോൾ പൂർണ്ണമായും അല്ലെങ്കിൽ ഭാരതത്തിനൊപ്പം ചേരണമെന്നുള്ള ഒരു വികാരം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ, ഗ്രാമവാസികൾക്കിടയിൽ ഉടലെടുത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ അവർ അനുഭവിക്കുന്ന യാതനകൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ നിലപാടുകളിൽ ഈ ഗ്രാമവാസികളും തദ്ദേശീയരായിട്ടുള്ളവരും സാധാരണക്കാരും വലിയ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. റേഷൻ പോലും ലഭിക്കുന്നില്ല. ഇതിനൊപ്പം തന്നെയാണ് കുടിവെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥ. വലിയ രീതിയിലുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടി അല്ലെങ്കിൽ തങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് പോലും ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാക് അധീന കാശ്മീരിലെ ജനങ്ങളിപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയും ഇത്തരം ഭീകരവാദ സംഘടനകൾക്കെതിരെയും പ്രതിഷേധിക്കുന്നത്. നേരത്തെ ഇത്തരം ഭീകരവാദ സംഘടനകൾക്ക് വളമൂട്ടി വളർത്തുന്നത് ഈ പാക് അധീന കാശ്മീരിലായിരുന്നു. ഇത്തരം ഗ്രാമവാസികൾ അവർക്ക് സംരക്ഷണം നൽകിയ ചരിത്രവും ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സംരക്ഷണയിൽ, ഇത്തരം ഗ്രാമവാസികളുടെ സംരക്ഷണയിലായിരുന്നു ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരുന്നത്. മറ്റൊരു കാര്യം അറിയേണ്ടത്, ജമ്മു കാശ്മീരിൽ വളരെ നിർണായകമായ ഒരു ഓപ്പറേഷൻ നമ്മുടെ സൈന്യം നടത്തുകയാണല്ലോ, ഓപ്പറേഷൻ അഖൽ. നേരത്തെ ഓപ്പറേഷൻ ഓൾ ഔട്ട്, ഓപ്പറേഷൻ മഹാദേവ്, അങ്ങനെ ജിഹാദികളെ തുരത്താൻ നിരവധി ഓപ്പറേഷനുകൾ ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ നമ്മുടെ സൈന്യം ആർജവത്തോടെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഓപ്പറേഷൻ അഖൽ തുടരുന്നു. പറയൂ നന്ദൻ, അതിന്റെ വിശദാംശങ്ങൾ കൂടി. കുൽഗാം ജില്ലയിലാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഈ കുൽഗാം മേഖലയിലെ അഖലിൽ ദേവ്സർ പ്രദേശത്ത് സൈന്യം ഏതാനും ഭീകരവാദികളെ വളഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഒരു ഭീകരവാദിയെ വധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണങ്ങൾ. അതേസമയം കൂടുതൽ ഭീകരരെ വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ സൈന്യം ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. ഔദ്യോഗിക സ്ഥിരീകരണം അനുസരിച്ച് ഒരു ഭീകരനെ വധിച്ചിട്ടുണ്ട്, ഒരു ലഷ്കർ ഇ തോയ്ബ ഭീകരനാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള
വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അത് കഴിഞ്ഞ 2 ദിവസം മുമ്പായിരുന്നു ആ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഇങ്ങോട്ട് ഈ ഓപ്പറേഷൻ അഖൽ തുടരുകയാണ് എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ജമ്മു കാശ്മീർ പോലീസിന്റെയും CRPFന്റെയും കരസേനയുടെയും പ്രത്യേക വിഭാഗം ഉൾക്കൊള്ളുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പാണ് ഓപ്പറേഷൻ അഖലിന് നേതൃത്വം നൽകുന്നത്. കൂടുതൽ സൈനിക വിഭാഗങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് ദേവ്സർ മേഖല കേന്ദ്രീകരിച്ചപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ മേഖലകളിൽ കർശനമായ പരിശോധന തുടരുകയാണ്. വരും മണിക്കൂറുകളിലൊപ്പം കൂടുതൽ ഭീകരർ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഏതായാലും ഓപ്പറേഷൻ അഖൽ തുടരുന്നു. ഗൗതം, യെസ്, പാക് അധീന ജമ്മു കാശ്മീരിൽ ഭീകരന്റെ സംസ്കാര ചടങ്ങിൽ ലഷ്കർ ഭീകരർ പങ്കെടുത്തതിൽ അവിടുത്തെ തദ്ദേശീയർക്കിടയിൽ വലിയ പ്രതിഷേധം POJKയിൽ ഉണ്ടായി എന്നത് നന്ദൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം ജമ്മു കാശ്മീരിൽ നമ്മുടെ സൈന്യം ഓപ്പറേഷൻ അഖൽ എന്ന പേരിൽ ഭീകരരുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ സൂര്യാസ്തമയത്തിന് മുൻപ് തന്നെ ഈ ജിഹാദികളെ നമ്മുടെ സൈന്യം വധിക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം.